നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും നമസ്കാരം. ഈ 2026 ഏപ്രിൽ 30 വ്യാഴാഴ്ചയാണ് നരസിംഹ ജയന്തി വരുന്നത്. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളിൽ 4-മത്തേതായ നരസിംഹാവതാരത്തെ ആരാധിക്കുന്ന ദിവസമാണ് നരസിംഹ ജയന്തി. തിന്മയുടെ മേൽ നന്മ വിജയിക്കുന്നു എന്നതിൻ്റെ പ്രതീകമായാണ് ഈ ദിവസം കണക്കാക്കപ്പെടുന്നത്. തൻ്റെ ഭക്തനായ പ്രഹ്ലാദനെ സംരക്ഷിക്കുന്നതിനും അഹങ്കാരിയായ ഹിരണ്യകശിപുവിനെ നിഗ്രഹിക്കുന്നതിനുമായാണ് മഹാവിഷ്ണു പാതി മനുഷ്യനും പാതി സിംഹവുമായ നരസിംഹം എന്ന രൂപത്തിൽ അവതരിച്ചത്. ഭക്തിയും ശക്തിയും. ഈശ്വരൻ തൻ്റെ ഭക്തർക്ക് എപ്പോഴും തുണയായിരിക്കുമെന്നുള്ള വലിയ സന്ദേശം ഈ കഥ നൽകുന്നു. പല ഭക്തരും ഈ ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ വ്രതമെടുക്കാറുണ്ട്. സന്ധ്യാസമയത്താണ് ഭഗവാൻ അവതരിച്ചത് എന്നാണ് വിശ്വാസം. നരസിംഹ കവചം ചൊല്ലുന്നതും പ്രഹ്ലാദ ചരിതം വായിക്കുന്നതും വളരെ പുണ്യകരമായി കണക്കാക്കപ്പെടുന്നു. നരസിംഹ ജയന്തി ദിനം മുതൽ തുടർന്നുള്ള 7 ദിവസം നരസിംഹമൂർത്തിയുടെ മൂലമന്ത്രം ജപിക്കുന്നത് ദുരിതമോചനം, ക്ഷുദ്രദോഷങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നുമുള്ള രക്ഷ, ഭയം അകന്നു പോവുക എന്നിങ്ങനെയുള്ള ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്നു. നിങ്ങളുടെ സന്തോഷങ്ങളിലോ ഉയർച്ചയിലോ മറ്റാർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് ദൃഷ്ടിദോഷമായി നിങ്ങൾക്ക് ഏൽക്കാതിരിക്കാൻ ഈ നരസിംഹമൂർത്തിയുടെ മൂലമന്ത്രം ചൊല്ലുന്നതും അതുവഴി നരസിംഹ കവചം തീർത്തെടുക്കുന്നതും നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഉഗ്രവീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യും നമാമ്യഹം. ഇതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: ഉഗ്രവീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം. ഉഗ്രവീരം, ഏറ്റവും ഉഗ്രരൂപിയായ, വീരനായ മഹാവിഷ്ണു, ജ്വലന്തം സർവതോമുഖം, അതായത് അഗ്നി പോലെ ജ്വലിക്കുന്ന അങ്ങ്, സർവതോമുഖം സർവവ്യാപിയാണ്. സർവതോമുഖം, എല്ലാ ദിക്കുകളിലും മുഖമുള്ള, അതായത് സർവവ്യാപി എന്നർത്ഥം. നൃസിംഹം ഭീഷണം ഭദ്രം. നൃസിംഹം, അതായത് നരസിംഹരൂപിയായ അങ്ങ്. ഭീഷണം എന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തുന്നു, ശത്രുക്കളെ ഭയപ്പെടുത്തുന്ന ഭയങ്കര രൂപിയായ അങ്ങ്. ഭദ്രം, അങ്ങ് മറ്റുള്ളവരെ ഭദ്രമായി സംരക്ഷിക്കുന്നു, ശുഭകരമായി എല്ലാ കാര്യങ്ങളും കൊണ്ടെത്തിക്കുന്നു. മൃത്യും നമാമ്യഹം. മൃത്യും, മരണത്തെപ്പോലും ജയിക്കുന്ന, അതായത് മൃത്യുവിനെ പോലും ജയിക്കുന്ന അങ്ങയെ ഞാൻ എന്തു ചെയ്യുന്നു? നമാമ്യഹം, ഞാൻ നമസ്കരിക്കുന്നു. ഉഗ്രവീരം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യും നമാമ്യഹം. ഈ മൂലമന്ത്രം സന്ധ്യാസമയത്ത് വിളക്ക് കത്തിച്ച് വെച്ച് അതിന് മുന്നിലിരുന്ന് 3 തവണയോ 7 തവണയോ അല്ലെങ്കിൽ കഴിവ് പോലെ 101 തവണയോ ഒക്കെ ജപിക്കാവുന്നതാണ്. ഒറ്റ സംഖ്യയിൽ ജപിച്ച് നിർത്തുക എന്ന് മാത്രം. ഇതുകൂടാതെ പ്രഹ്ലാദ സ്തുതി കേൾക്കുന്നതും ചൊല്ലുന്നതും എല്ലാം നല്ലത് തന്നെയാണ്. പ്രഹ്ലാദ സ്തുതി വേണമെങ്കിൽ ഈ ചാനലിൽ തന്നെ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ ചാനൽ കയറി നോക്കിയാൽ നിങ്ങൾക്കത് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തേക്ക് വിടവാങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഒപ്പം ആൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഈ ചാനലിൽ വരുന്ന എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ഫോണിൽ ലഭ്യമാവുക. നിങ്ങൾക്ക് ഈ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. അതിൽ മൂലമന്ത്രങ്ങളുടെ PDF ലഭ്യമാണ്.